നമസ്കാരം, എ ടി മലയാളത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഒരു സ്റ്റോക്ക് വാങ്ങാൻ നോക്കുമ്പോൾ പ്രധാനമായും നോക്കുന്ന ഒന്നാണ് പി റേഷ്യോ. പക്ഷെ പി റേഷ്യോ കുറഞ്ഞ സ്റ്റോക്കുകൾ എല്ലാം ലാഭമാണോ, അതോ പി റേഷ്യോ കൂടിയ സ്റ്റോക്കുകളെല്ലാം നഷ്ടമാണോ? പലപ്പോഴും തുടക്കക്കാരായ നിക്ഷേപകർക്ക് പറ്റുന്ന ഏറ്റവും വലിയ തെറ്റ് ഈ ഒരു നമ്പറിനെ മാത്രം വിശ്വസിച്ച് ഓഹരികൾ വാങ്ങുന്നതാണ്. എന്താണ് ഈ പി റേഷ്യോ? എപ്പോഴാണ് ഇത് നമുക്കൊരു കെണിയാകുന്നത്? ഒരു ഓഹരി ഓവർ വാല്യൂഡ് ആണോ അണ്ടർ വാല്യൂഡ് ആണോ എന്ന് എങ്ങനെ നമുക്ക് കൃത്യമായി തിരിച്ചറിയാം? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമുക്കിന്ന് കണ്ടെത്താം. എന്താണ് പി റേഷ്യോ? ഒരു കമ്പനിയുടെ നിലവിലെ ഓഹരി വിലയും ആ കമ്പനി ഒരു ഓഹരിയിൽ നിന്ന് ഉണ്ടാക്കുന്ന ലാഭവും തമ്മിലുള്ള ബന്ധത്തെയാണ് പി റേഷ്യോ എന്ന് പറയുന്നത്. സിമ്പിൾ ആയി പറഞ്ഞാൽ, ഒരു കമ്പനി സമ്പാദിക്കുന്ന ₹1 ലാഭത്തിന് പകരമായി ഒരു നിക്ഷേപകൻ എത്ര രൂപ വിപണിയിൽ നൽകാൻ തയ്യാറാണ് എന്നതാണ് ഈ അനുപാതം സൂചിപ്പിക്കുന്നത്. ഉദാഹരണത്തിന്, ഒരു കമ്പനിയുടെ പി റേഷ്യോ 20 ആണെങ്കിൽ ആ കമ്പനി ഉണ്ടാക്കുന്ന ₹1 ലാഭത്തിന് വേണ്ടി നിങ്ങൾ ₹20 നൽകി ഓഹരി വാങ്ങാൻ തയ്യാറാണ് എന്നതാണ് ഇതിനർത്ഥം. ഒരു കമ്പനിയുടെ പി റേഷ്യോ കണക്കാക്കുന്നത് ആ കമ്പനിയുടെ ഒരു ഓഹരിയുടെ നിലവിലെ വിപണി വിലയെ ആ ഓഹരിയിൽ നിന്നും ലഭിക്കുന്ന ലാഭം കൊണ്ട് ഹരിച്ചാണ്. അതായത് പി റേഷ്യോ ഈസ് ഈക്വൽ ടു കറന്റ് മാർക്കറ്റ് പ്രൈസ് ഓഫ് എ ഷെയർ ഡിവൈഡഡ് ബൈ ഏർണിംഗ്സ് പെർ ഷെയർ. സാധാരണയായി ഈ കണക്ക് കൂട്ടലിനായി കമ്പനിയുടെ കഴിഞ്ഞ 12 മാസത്തെ ലാഭമാണ് അഥവാ ട്രെയിലിംഗ് 12 മന്ത്സ് അല്ലെങ്കിൽ TTM അടിസ്ഥാനമായിട്ട് എടുക്കാറുള്ളത്. ഒരു കമ്പനിയുടെ പി റേഷ്യോ ഉയർന്നു നിൽക്കുന്നത് ഒന്നുകിൽ ആ ഓഹരിക്ക് അമിത വിലയാണ് അഥവാ ഓവർ വാല്യൂഡ് ആണ് എന്നതിനെയോ, അല്ലെങ്കിൽ ആ കമ്പനി വലിയൊരു വളർച്ചയുടെ പാതയിലാണെന്നോ സൂചിപ്പിക്കുന്നുണ്ട്. ഭാവിയിൽ കമ്പനിയുടെ വരുമാനത്തിൽ വലിയ വർധനം ഉണ്ടാകുമെന്ന് വിശകലന വിദഗ്ധരും നിക്ഷേപകരും പ്രതീക്ഷിക്കുന്നതും അത്തരം ഊഹാപോഹങ്ങൾ നിലവിലെ ഓഹരി വില ഉയരാൻ കാരണമാകുന്നതും ഉയർന്ന പി റേഷ്യോയ്ക്ക് പിന്നിലെ മറ്റൊരു വ്യാഖ്യാനമാണ്. മറുവശത്ത്, വിപണിയിലെ പൊതുവായതോ അല്ലാത്തതോ ആയ കാരണങ്ങളാൽ ഓഹരി അതിന്റെ യഥാർത്ഥ മൂല്യത്തെക്കാൾ കുറഞ്ഞ വിലയിൽ അഥവാ അണ്ടർ വാല്യൂഡ് ആയിട്ട് ലഭ്യമാകുന്നതിനെയാണ് കുറഞ്ഞ പി റേഷ്യോ സൂചിപ്പിക്കുന്നത്. എങ്കിലും മറ്റൊരു രീതിയിൽ ചിന്തിച്ചാൽ, ഭാവിയിൽ കമ്പനിയുടെ പ്രവർത്തനം മോശമാകാൻ സാധ്യതയുണ്ടെന്നും അത് മുൻകൂട്ടി കണ്ട് നിക്ഷേപകർ ഓഹരികൾ വിറ്റഴിക്കുന്നത് മൂലമാണ് നിലവിൽ വിലയും പി റേഷ്യോയും കുറയുന്നത് എന്നും ഇതിനെ വ്യാഖ്യാനിക്കാം. പ്രധാനമായും 2 തരത്തിലുള്ള പി റേഷ്യോകളാണ് നിക്ഷേപകർ പരിഗണിക്കാറുള്ളത്. ഒന്ന് ഫോർവേഡ് പി റേഷ്യോ ആണ്. ഫോർവേഡ് പി റേഷ്യോയും ട്രെയിലിംഗ് പി റേഷ്യോയും കമ്പനിയുടെ ലാഭം ഏത് കാലയളവിലാണ് കണക്കിലെടുക്കുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് ഇവയെ തരംതിരിച്ചിരിക്കുന്നത്. ഫോർവേഡ് പി റേഷ്യോ എന്നാൽ കമ്പനിയുടെ ഓഹരി വിലയെ ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ലാഭത്തിന്റെ ഏകദേശ കണക്ക് കൊണ്ട് ഹരിച്ചാണ് കണ്ടെത്തുന്നത്. കമ്പനിയുടെ തന്നെ ഭാവി വളർച്ചാ പ്രവചനങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഇത് കണക്കാക്കുന്നത്. അതിനാൽ തന്നെ ഇതിനെ എസ്റ്റിമേറ്റഡ് പി റേഷ്യോ എന്നും വിളിക്കുന്നു. ഒരു കമ്പനി ഭാവിയിൽ എങ്ങനെ പ്രവർത്തിക്കുമെന്നും അതിന്റെ വളർച്ചാ നിരക്ക് എത്രയായിരിക്കുമെന്നും വിലയിരുത്താനാണ് നിക്ഷേപകർ ഇത് ഉപയോഗിക്കുന്നത്. ട്രെയിലിംഗ് പി റേഷ്യോ ആണ് അടുത്തത്. നിക്ഷേപകർക്കിടയിൽ ഏറ്റവും പ്രചാരമുള്ള ഒന്നാണിത്. ഇവിടെ കമ്പനിയുടെ കഴിഞ്ഞ 12 മാസത്തെ യഥാർത്ഥ ലാഭമാണ് കണക്ക് കൂട്ടലുകൾക്കായി ഉപയോഗിക്കുന്നത്. ഒരു കമ്പനിയുടെ പ്രകടനം എത്രത്തോളം ഉണ്ട് എന്ന് വസ്തുനിഷ്ഠമായും കൃത്യമായും മനസ്സിലാക്കാൻ ട്രെയിലിംഗ് പി റേഷ്യോ സഹായിക്കുന്നു. പി റേഷ്യോയും വാല്യൂ ഇൻവെസ്റ്റിംഗും തമ്മിലുള്ള ബന്ധം നോക്കാം. ഓഹരി വിപണിയിൽ വാല്യൂ ഇൻവെസ്റ്റിംഗ് രീതി പിന്തുടരുന്ന നിക്ഷേപകർ ഒരു കമ്പനിയുടെ ഓഹരിയുടെ നിലവിലെ വിപണി വിലയേക്കാൾ ഉപരിയായി ആ കമ്പനിയുടെ ആന്തരിക മൂല്യത്തിന് അഥവാ ഇൻട്രിൻസിക് വാല്യൂവിന് പ്രാധാന്യം നൽകും. ഒരു ഓഹരിക്ക് അമിത വിലയാണോ അതോ കുറഞ്ഞ വിലയാണോ എന്ന് നിർണ്ണയിക്കാൻ അവർ ഉപയോഗിക്കുന്ന പ്രധാന അളവുകോലുകളിൽ ഒന്നാണ് പി റേഷ്യോ. ഒരു കമ്പനിയുടെ പി റേഷ്യോ വളരെ കൂടുതലാണെങ്കിൽ അതിന്റെ അർത്ഥം ആ കമ്പനിയുടെ ലാഭത്തെക്കാൾ ആനുപാതികമല്ലാത്ത വിധം ഓഹരി വില ഉയർന്നു നിൽക്കുന്നു എന്നാണ്. ഇത് ഓഹരിയുടെ അമിത വിലയെ സൂചിപ്പിക്കുന്നു. ഇത്തരം ഓഹരികളിൽ വലിയ തോതിലുള്ള ഊഹക്കച്ചവടങ്ങൾ നടക്കാൻ സാധ്യതയുള്ളതിനാൽ വാല്യൂ ഇൻവെസ്റ്റർമാർ ഇവ ഒഴിവാക്കുന്നു. ഇത്തരം മുൻകരുതലുകൾ എടുക്കുന്നതിലൂടെ ഒരു വാല്യൂ ട്രാപ്പിംഗിൽ വീഴാതെ സ്വയം രക്ഷിക്കാൻ നിക്ഷേപകർക്ക് സാധിക്കും. മറുവശത്ത്, ഒരു ഓഹരിയുടെ പി റേഷ്യോ ശരാശരിയേക്കാൾ കുറവാണെങ്കിൽ കമ്പനിയുടെ ലാഭക്ഷമതയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഓഹരി വില കുറവാണെന്ന് ഇത് സൂചിപ്പിക്കുന്നു. വാല്യൂ ഇൻവെസ്റ്റർമാർ ഇതിനെ ഒരു നല്ല നിക്ഷേപ അവസരമായി കാണുന്നു. കാരണം കമ്പനിയുടെ യഥാർത്ഥ മൂല്യത്തെക്കാൾ കുറഞ്ഞ വിലയിൽ ഇപ്പോൾ ഓഹരികൾ വാങ്ങാനും ഭാവിയിൽ വില ഉയരുമ്പോൾ അത് വിറ്റ് ലാഭം എടുക്കാനും അവർക്ക് സാധിക്കും. വാല്യൂ ഇൻവെസ്റ്റിംഗിലൂടെ പൂർണ്ണമായ ലാഭം ലഭിക്കണമെങ്കിൽ ഓഹരികൾ ദീർഘകാലത്തേക്ക് കൈവശം വെക്കേണ്ടതുണ്ട്. കൂടാതെ ഒരു ഓഹരിയുടെ വില കൂടുതലാണോ കുറവാണോ എന്ന് തീരുമാനിക്കുന്നതിന് മുൻപ് ആ കമ്പനി ഉൾപ്പെടുന്ന മേഖലയുടെ ശരാശരി പി റേഷ്യോ കൂടി പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഒരു കമ്പനിയുടെ മൂല്യം അളക്കുന്നതിൽ അബ്സല്യൂട്ട് പി, റിലേറ്റീവ് പി എന്നിവയ്ക്ക് വലിയ സ്ഥാനമുണ്ട്. നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്ന പാരമ്പര്യ രീതിയിലുള്ള പി റേഷ്യോയാണ് അബ്സല്യൂട്ട് പി എന്ന് വിളിക്കുന്നത്. ഇത് ഒരു ഓഹരിയുടെ നിലവിലെ വിപണി വിലയെ അതിന്റെ കഴിഞ്ഞ കാലത്തെ ലാഭം കൊണ്ടോ ഭാവിയിൽ പ്രതീക്ഷിക്കുന്ന ലാഭം കൊണ്ടോ ഹരിച്ചാണ് കണ്ടെത്തുന്നത്. ഇത് ആ കമ്പനിയുടെ വാല്യുവേഷൻ മാത്രമാണ് കാണിക്കുന്നത്. എന്നാൽ റിലേറ്റീവ് പി എന്നത്
കമ്പനിയുടെ അബ്സല്യൂട്ട് പി എ ഒരു നിശ്ചിത മാനദണ്ഡവുമായി അഥവാ ബെഞ്ച്മാർക്കുമായി താരതമ്യം ചെയ്യുന്ന രീതിയാണ്. ഇതിലൂടെ കമ്പനിയുടെ നിലവിലെ പ്രകടനം അതിന്റെ മുൻകാല പിയുമായോ അല്ലെങ്കിൽ ആ മേഖലയിലെ മറ്റ് കമ്പനികളുമായോ താരതമ്യം ചെയ്യുമ്പോൾ എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഉദാഹരണത്തിന് റിലേറ്റീവ് പി 90% ആണെങ്കിൽ കമ്പനിയുടെ മൂല്യം ബെഞ്ച്മാർക്കിനേക്കാൾ കുറവാണെന്നും 100% മുകളിലാണെങ്കിൽ കമ്പനി ബെഞ്ച്മാർക്കിനേക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചു എന്നും നമുക്ക് വിലയിരുത്താം. ഇനി നമ്മൾ തിരിച്ചറിയേണ്ടത് നല്ല പി റേഷ്യോ എന്നാൽ എന്ത് എന്നാണ്. നിക്ഷേപം നടത്തുന്നതിന് പി റേഷ്യോ ഉപയോഗിക്കുമ്പോൾ നിക്ഷേപകരെ കുഴപ്പിക്കുന്ന പ്രധാന ചോദ്യം ഏതാണ് നല്ല അല്ലെങ്കിൽ സുരക്ഷിതമായ റേഷ്യോ എന്നതാണ്. എന്നാൽ വിപണിയിലെ സാഹചര്യങ്ങൾ ഓരോ വ്യവസായ മേഖലയുടെയും ശരാശരി പി റേഷ്യോ, ആ വ്യവസായത്തിന്റെ സ്വഭാവം എന്നിവയെ അടിസ്ഥാനമാക്കി പി റേഷ്യോ നല്ലതാണോ എന്ന് മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ നിക്ഷേപകർ പി റേഷ്യോകൾ വിലയിരുത്തുമ്പോൾ ഓരോ മേഖലയിലുള്ളതും സമാനമായ വളർച്ചാ ഘട്ടത്തിലുമുള്ളതുമായ മറ്റ് കമ്പനികളുടെ പ്രകടനവുമായി അതിനെ താരതമ്യം ചെയ്യാം. ഉദാഹരണത്തിന് ഒരേ സ്വഭാവമുള്ള രണ്ട് കമ്പനികളിൽ കമ്പനി എയുടെ പി 40ഉം കമ്പനി ബിയുടേത് 10ഉം ആണെങ്കിൽ കമ്പനി എയുടെ ₹1 ലാഭത്തിനായി നിക്ഷേപകർ 40 രൂപ നൽകണം. എന്നാൽ കമ്പനി ബിയിൽ അത് വെറും 10 രൂപയാണ്. ഇവിടെ കമ്പനി ബിയിൽ നിക്ഷേപിക്കുന്നതാകാം കൂടുതൽ ലാഭകരം. ഉയർന്ന പി റേഷ്യോ വാല്യൂ ട്രാപ്പ് ആകാൻ സാധ്യതയുള്ളപ്പോൾ കുറഞ്ഞ പി റേഷ്യോകൾ കമ്പനിയുടെ ആഭ്യന്തര പ്രശ്നങ്ങൾ മൂലമുള്ള മോശം പ്രകടനത്തെയും ആകാം സൂചിപ്പിക്കുന്നത്. ചുരുക്കത്തിൽ നിക്ഷേപത്തിനായി പൂർണ്ണമായും വിശ്വസിക്കാവുന്ന ഒരു പി റേഷ്യോ നിലവിലില്ല. ഇതിനൊപ്പം ഡിസ്കൗണ്ട് ക്യാഷ് ഫ്ലോ, വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ തുടങ്ങിയ മറ്റ് സാങ്കേതിക സൂചകങ്ങൾ കൂടി ഉപയോഗിക്കുന്നത് ഗുണകരമാകും. അതേസമയം പി റേഷ്യോയ്ക്ക് ചില പരിമിതികളും ഉണ്ട്. ഒരു കമ്പനിയുടെ ഓഹരിയുടെ മൂല്യം കണക്കാക്കാൻ പി റേഷ്യോ വിശകലനം ചെയ്യാൻ സഹായിക്കുമെങ്കിലും ഇതിന് ചില പരിമിതികളുണ്ട്. പ്രധാനമായും പി റേഷ്യോ കണക്കാക്കുമ്പോൾ കമ്പനിയുടെ EPS അഥവാ വളർച്ചാ നിരക്ക് പരിഗണിക്കാറില്ല. അതുകൊണ്ടാണ് പല നിക്ഷേപകരും പെഗ് റേഷ്യോ അഥവാ പ്രൈസ് ടു ഏർണിംഗ്സ് ടു ഗ്രോത്ത് റേഷ്യോ കൂടി പരിഗണിക്കുന്നത്. മറ്റൊരു പ്രധാന പ്രശ്നം കമ്പനിയുടെ ലാഭവിവരം ഓരോ 3 മാസം കൂടുമ്പോഴാണ് പുറത്തു വരുന്നത്. എന്നാൽ ഓഹരി വില എല്ലാ ദിവസവും മാറിക്കൊണ്ടിരിക്കുമെന്നതാണ്. ഇത് നിക്ഷേപകരുടെ കണക്കുകൂട്ടലിൽ തെറ്റുകൾ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പി റേഷ്യോ മാത്രം നോക്കി ഒരു നിക്ഷേപ തീരുമാനം എടുക്കരുത്. കമ്പനി ഉൾപ്പെടുന്ന മേഖല സാമ്പത്തിക പ്രതിസന്ധിയിലാണോ അതോ വളർച്ചയിലാണോ, കമ്പനിയുടെ പഴയകാല റെക്കോർഡുകൾ, കമ്പനിയുടെ വലിപ്പം അതായത് ലാർജ് ക്യാപ്പ് ആണോ മിഡ് ക്യാപ്പ് ആണോ സ്മോൾ ക്യാപ്പ് ആണോ, ഭാവിയിലെ വളർച്ചാ സാധ്യതകൾ, സമാനമായ മറ്റ് കമ്പനികളുടെ പ്രകടനം, നിലവിലും ഭാവിയിലും ആ വ്യവസായത്തിനുള്ള ഡിമാൻഡ് തുടങ്ങിയ നിരവധി ഘടകങ്ങൾ കൂടി പരിഗണിച്ചാൽ മാത്രമേ ഓഹരിയുടെ യഥാർത്ഥ മൂല്യം കണ്ടെത്താൻ സാധിക്കൂ.